അങ്ങനെ ഒന്നൊന്നര ആഴ്ചയുടെ സുഖവാസത്തിന് ശേഷം നാട്ടിൽ നിന്ന് തിരിച്ച് ഖത്തറിലേക്ക് പോകാനുള്ള സമയമായിട്ടോ. കൊച്ചിയിൽ നിന്ന് രാവിലെ 10 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം 7 മണിയോടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിലാണ് കയറിയത്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആൻഡ് ഹെജി നല്ല ഉറക്കിലായിരുന്നു. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ എൻ്റെ 3 ബ്രദേഴ്സാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലി, വട, ദോശ, പൂരി അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് കയറി. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നമ്മൾ കയറി. ഏതൊരാൾക്കും നാട്ടിൽ നിന്ന് പോവാന്ന് പറയുമ്പം ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ? അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും. എൻ്റെ ആകെയുള്ള ഒരു സമാധാനം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ഉണ്ട് എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ കുറച്ച് ടാസ്ക് ആയിരുന്നു എല്ലാം കൂടി മാനേജ് ചെയ്യാൻ. സോ അതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് കയറുന്നവരെ ഹെസി നല്ല ഉറക്കമായിരുന്നു. സോ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റിലെത്തി. ആക്ച്വലി നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു, ബട്ട് അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ലക്ഷറി എയർലൈൻസ്. അവിടുത്തെ ഫുഡ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, സീറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ സോ ആൻ എയർലൈൻ ടേക്ക് ഓഫ് on my screens. Mainly 3 views ഉണ്ടായിരുന്നു. ഫ്രണ്ട് വ്യൂ, അണ്ടർ വ്യൂ ആൻഡ് റെയർ ക്യാം വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ഖത്തർ എയർവേസിലെ സർവീസ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു എന്ന്. സോ ഐ വിൽ ബി അപ്ലോഡിങ് അനദർ വീഡിയോ റിലേറ്റഡ് ടു ദ സർവീസസ് വിച്ച് ഐ റിസീവ്ഡ് ഫ്രം ദിസ് എയർലൈൻസ്. ഫ്ലൈറ്റ് കയറിയത് മുതൽ ഹെസി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആൻഡ് വി വർ പ്ലേയിങ് വിത്ത് ദ ടോയ്സ് ആൻഡ് വി ഹാഡ് സം സ്ക്രീൻ ടൈം. ഈ സ്ക്രീനിൽ മൂവീസ് ഉണ്ടായിരുന്നു, കിഡ്സിൻ്റെ കാർട്ടൂൺസ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു, ഖുറാൻ ഉണ്ടായിരുന്നു ആൻഡ് മെനി സച്ച് തിങ്സ് വർ. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫുഡ് വന്നു. സോ വി ഹാഡ് അവർ ഫുഡ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഒരു 4 hours ഓഫ് ജേർണിക്ക് ശേഷം ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. സോ ഇവിടുന്ന് നമുക്ക് ബാഗേജ് പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടി. ആൻഡ് നമ്മൾ ടാക്സി വിളിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. ഇനി ഖത്തർ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.